ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്കിതൊന്നും പെട്ടെന്ന് വരയ്ക്കാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ കോമ്പറ്റീഷൻ മൈൻഡ് വെച്ചുകൊണ്ട് എല്ലാവർക്കും അവരുള്ള ഐഡിയാസ് പുറത്തു വന്നു. പെട്ടെന്ന് പഠിക്കാൻ പറ്റി. കുറേ കാര്യങ്ങൾ എല്ലാവരും ഐഡിയാസ് കൊണ്ട് എലിവേഷനും എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. സാധാ ക്ലാസ്സിൽ നമുക്ക് ടീച്ചർമാർ പറഞ്ഞു തരിക അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കണമെന്ന് വെച്ചാൽ ഇത്ര ടൈം കൊണ്ട് നമ്മളത് പ്ലാനും എലിവേഷനും വരച്ച് കഴിയില്ലായിരുന്നു. എല്ലാവരും മോർണിംഗ് തൊട്ടിട്ട് ഈവനിങ് വരെ വളരെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കേണ്ടിയിരുന്നത്. പിന്നെ പറയുമ്പോൾ നല്ലൊരു സെക്ഷനായിരുന്നു എല്ലാവർക്കും കിട്ടിയിരുന്നത്. മൊത്തത്തിൽ എല്ലാവർക്കും കുറേ കാര്യങ്ങൾക്ക് പഠിക്കാൻ പറ്റി. ഞങ്ങൾ ഇവിടെ ചെയ്തത് ഒരു ഷിപ്പിൻ്റെ മോഡല്, ഒരു ബിൽഡിങ്, ഒരു റെസ്റ്റോറൻറ്റ് ആക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എത്തുമ്പോൾ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ആർക്കും വലിയ രീതിക്ക് അറിയണമെന്നില്ല കാര്യങ്ങൾ. എല്ലാവർക്കും ഇല്ല, ചിലർക്ക് അറിയാം. പക്ഷേ എനിക്കൊന്നും വലിയ കാര്യം അറിയണമെന്നില്ല. പക്ഷേ ഇവർ വന്ന് ഓരോന്ന് പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു. നമ്മുടെ കോളേജിൽ വന്ന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തന്നതിന് സിസാറ്റ് എന്ന് പറയുന്ന ഇവരോടുള്ള നന്ദി നമ്മുടെ കോളേജിൻ്റെ ഓൺ ബിഹാഫ് ഓഫ് എൻ്റയർ പോളിടെക്നിക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നന്ദി പറയുന്നു. വളരെ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഫോം ചെയ്ത് നിങ്ങളുടെ ഐഡിയ ഇംപ്ലിമെൻ്റ് ചെയ്തു. എല്ലാം വളരെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടിട്ടുള്ള വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസാണ് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങൾക്ക് എല്ലാവർക്കും ടാലൻ്റ് ഉണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനാണ് ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ കോളേജ് അറേഞ്ച് ചെയ്തിട്ട് തരുന്നത്. അപ്പോൾ നിങ്ങളത് ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെല്ലാം ആയി എന്ന് വിചാരിക്കരുത്. എപ്പോഴും ഫൈൻ ട്യൂൺ ചെയ്യുക. ഏതൊരു ഏരിയയിലാണെങ്കിലും എപ്പോഴും മാറ്റങ്ങൾ വന്നിരിക്കുക അല്ലേ. മാറ്റത്തിന് മാത്രം ലിമിറ്റില്ല. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക, കൂടുതൽ പഠിക്കുക, പാർട്ടാക്കുക. താങ്ക് യു. നിങ്ങൾക്ക് വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം. എന്തായാലും നിങ്ങൾക്കത് യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നു. കുറച്ചുകൂടി നേരത്തെ കിട്ടുന്നതായിരുന്നു അല്ലേ. പ്രോജക്റ്റ് തുടങ്ങണേക്കാളും മുന്നേ കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് പ്ലാനിങ്ങിനൊക്കെ ഉപയോഗിക്കാം. എന്തായാലും കിട്ടാതിരിക്കണേക്കാളും നല്ലതാണല്ലോ കിട്ടിയത്. എന്തായാലും ആ കാര്യങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസ് ആയിട്ടുള്ള രീതിയിലേക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക.